നേർച്ച എന്ന് പറയുന്നത് നമ്മുടെ കാര്യങ്ങളൊക്കെ എളുപ്പത്തിൽ നടക്കാനുള്ളൊരു സംഗതിയാണ്. ഭയങ്കര മഹത്വമുള്ള ഇബാദത്താണെന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. പക്ഷേ എൻ്റെ പൊന്നുസ്താദെ, ഞാൻ നേർച്ചയാക്കിയിട്ടൊന്നും ഫലിക്കുന്നില്ല. എന്താ അതിൻ്റെ കാരണം? അതിൻ്റെ കാരണം ഒന്ന് പറഞ്ഞുതരാമോ? ഇങ്ങനെ പറഞ്ഞ ആളുകളൊക്കെ ഉണ്ട്. ഈ പറയുന്ന കാര്യം നിങ്ങൾ കൃത്യമാക്കിയാൽ ഉറപ്പായിട്ടും നിങ്ങളുടെ നേർച്ചയാകും, നേർച്ച ഫലിക്കും. പിന്നെ ചിലർ ചോദിച്ചൊരു സംഗതിയുണ്ട്, ഉസ്താദേ, ഈ ബദരീങ്ങളുടെ പേരിൽ നേർച്ചയാക്കുന്നതൊക്കെ പ്രശ്നമല്ലേ? നേർച്ച അള്ളാഹ്ക്ക് മാത്രമല്ലേ? എൻ്റെ മമ്പുറത്തെ തങ്ങളുടെ പേരിൽ ഞാൻ ഇന്നത് നേർച്ചയാക്കുന്നു, ബദരീങ്ങളുടെ പേരിൽ ഒരു കോഴിയെ നേർച്ചയാക്കുന്നു, ഇതൊക്കെ പ്രശ്നമല്ലേ? അങ്ങനെയൊക്കെ നേർച്ചയാക്കാൻ പാടുണ്ടോ? അതിനും കൃത്യമായ ഉത്തരമുണ്ട്. പഠിക്കാം നമുക്ക്. ഇത് ജീവിതത്തിൽ റെഡിയാക്കി കഴിഞ്ഞാൽ എന്നിട്ട് നിങ്ങളൊന്ന് നേർച്ചയാക്കി നോക്കുന്നേ, നിങ്ങളുടെ ജീവിതത്തിലെ മുഴുവൻ പ്രശ്നങ്ങളും അള്ളാഹു മാറ്റിത്തരും, ഉറപ്പാണ്. 1000 രൂപ സമ്മാനമായി ലഭിക്കുന്ന ചോദ്യം വീഡിയോയിലുണ്ട്. മുഴുവനായി കാണുക, ഉത്തരം കമൻറ്റ് ചെയ്യുക, നാമുമായി ബന്ധപ്പെട്ട എല്ലാവർക്കും എത്തിച്ചു കൊടുക്കുക. അല്ലാഹു റബ്ബുൽ ആലമീൻ അവൻ്റെ യഥാർത്ഥ മുത്തഖീങ്ങളിൽ നാം ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എന്തൊക്കെയുണ്ട് എല്ലാവരുടെയും വിശേഷം? സന്തോഷമല്ലേ? എവിടെ പുഞ്ചിരിച്ചു കൊണ്ടൊരു ഹംദ് പറഞ്ഞ് ചിരിയൊക്കെ ഒന്ന് വിടരട്ടെ, ഉഷാറാവുന്ന്. എവിടെ ചിരിച്ചോ? അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. മാഷാ അല്ലാഹ്. ഈ ഒരു ഹംദിൻ്റെ ബറക്കത്ത് കൊണ്ട് ഹൃദ്യമായൊരു പ്രഭാതവും അതിമനോഹരമായൊരു ദിവസവും സമ്മാനമായി തന്ന് കരുണക്കടലായ നാഥൻ നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. കുറച്ച് ദിവസങ്ങളായിട്ട് തമിഴ്നാട്ടിൽ തന്നെ നല്ല ഓട്ടത്തിലായിരുന്നു. പലയിടങ്ങളിലും വെച്ച് ഈ തമിഴ് ആളുകളൊക്കെ ഇങ്ങനെ കാണുന്നുണ്ട്. അപ്പോൾ തമിഴ്നാട്ടുകാരായ ഒരുപാട് സഹോദരങ്ങൾ ഓടി വന്നിട്ട് സ്വബാഹുൽ ഖൈർ ഞങ്ങൾ എന്നും കാണാറുണ്ട്, അൽഹംദുലില്ല എന്നും പറയാറുണ്ട്. അൽഹംദുലില്ല കൊണ്ട് ഞങ്ങളുടെ ജീവിതത്തിലുണ്ടായ മാറ്റങ്ങളെക്കുറിച്ചൊക്കെ പറഞ്ഞു. ഒരു സഹോദരൻ പറഞ്ഞത്, ഉസ്താദെ, ഞങ്ങൾക്ക് 8 കൊല്ലമായിട്ട് മക്കളുണ്ടായില്ല എന്നാണ്. ഇന്നലെ എന്നോട് നേരിട്ട് പറയാണ് ഒരു സഹോദരൻ, 8 കൊല്ലമായിട്ട് മക്കളില്ല, ഞങ്ങൾ കല്യാണം കഴിഞ്ഞ് 6ാമത്തെ മാസം മുതൽ കയറാത്ത ഹോസ്പിറ്റലില്ല. സ്വബാഹുൽ ഖൈറിൽ പങ്കെടുത്ത് അൽഹംദുലില്ല പറയാൻ തുടങ്ങിയിട്ട് 1 കൊല്ലമായുള്ളൂ എൻ്റെ ഭാര്യ ഗർഭിണിയായി എന്നാണ്. അൽഹംദുലില്ല. അപ്പോൾ അങ്ങനെ എത്രയെത്ര സന്തോഷങ്ങളാണ് ഓരോരുത്തരും. കേരളത്തിൽ മാത്രമല്ല, തമിഴ്നാട്ടിൽ നിന്ന് ഒരുപാട് ആളുകൾ നമ്മുടെ സദസ്സ് കാണുന്നുണ്ട് എന്ന് മനസ്സിലായി. അൽഹംദുലില്ല. അല്ലാഹു റബ്ബുൽ ആലമീൻ ഹംദിൻ്റെ ബർക്കത്ത് കൊണ്ട് എല്ലാ നന്മകളും ആസ്വദിക്കാൻ നമുക്ക് തൗഫീക്ക് നൽകട്ടെ. അപ്പോൾ നമ്മളിന്ന് ഇത്തിരി ഗൗരവമുള്ളൊരു വിഷയം പഠിക്കുകയാണ് അല്ലേ? നമ്മളൊക്കെ നേർച്ചയാക്കാറുണ്ട്. പക്ഷെ നേർച്ചയാക്കിയിട്ട് നേർച്ച അങ്ങോട്ട് ഫലിക്കണില്ലല്ലോ. നേർച്ച ഫലിക്കണില്ല. എന്ത് ഫലിക്കാത്തതിൻ്റെ കാരണം? പലപ്പോഴും നമ്മൾ നേർച്ചയാക്കുമ്പോൾ നേർച്ചയാകുന്നില്ല എന്നുള്ളതാണ്. നേർച്ചയാകുന്നില്ല. ഈ നേരത്തൊക്കെ ആരാണ് എണീറ്റിരുന്ന് പടക്കം പൊട്ടിക്കണമെന്ന് മനസ്സിലാവണില്ല. പടച്ചോനെ, വിഷുവൊക്കെ തീർന്നില്ലാണോ? വെളുപ്പിനേക്ക് ഇരുന്ന് പടക്കം പൊട്ടിക്കുന്നുണ്ട്. അല്ലാഹു ആയാലും ഇരിക്കട്ടെ. അപ്പം നേർച്ചയാകണമെങ്കിൽ ചില കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. നേർച്ച എന്ന് പറയുന്നത് ഭയങ്കര ശ്രേഷ്ഠതയുള്ളൊരു ഇബാദത്താണ്. അള്ളാഹ്ക്ക് ഭയങ്കര ഇഷ്ടമാണ് നേർച്ചയാക്കുക എന്ന് പറയുന്നത്. അള്ളാഹു റബ്ബുൽ ആലമീനിലേക്ക് ഒരു കാര്യം നമ്മളങ്ങ് ഏൽപ്പിച്ചു കൊടുക്കാൻ, അവനിലേക്കെല്ലാം ഏൽപ്പിച്ചു കൊടുക്കുന്ന മനോഹരമായ ഒരു ഇബാദത്താണ് നേർച്ച എന്ന് പറയുന്നത്. പടച്ചോ നമുക്ക് എല്ലാ നന്മയുടെ വാതായനങ്ങളും തുറന്നു തരാനുള്ള വഴി. അതായത് ഒരു കുടുക്കിൽ നിന്ന് രക്ഷപ്പെടാൻ നേർച്ച മതി. നമ്മൾ വല്ലാത്ത പ്രതിസന്ധിയിൽ നിൽക്കണം, പ്രതിസന്ധിയിൽ നിന്ന് കരകയറാൻ നേർച്ച മതി എന്നാണ്. അപ്പോൾ എന്താണ് നേർച്ച? ആർക്കൊക്കെ നേർച്ച ചെയ്യാൻ പറ്റും? നേർച്ചയാക്കുന്ന ആൾ പ്രായപൂർത്തിയും ബുദ്ധിയുള്ള ആളായിരിക്കണം. അത് നിർബന്ധമാണ്. അപ്പോൾ കുട്ടികൾ നേർച്ചയാക്കിയാൽ നേർച്ചയാവില്ല. ഉമ്മിയുടെ മോൻ ഇന്നാലിൻ്റെ സാധനം ഒന്ന് നേർച്ചയാക്കിക്കോ. പ്രായപൂർത്തിയാകാത്ത കുട്ടിയോട് പറഞ്ഞു, കുട്ടി അത് നേർച്ചയാക്കിയാൽ നേർച്ചയാവില്ല. അതുപോലെ ബുദ്ധിയില്ലാത്ത, ഭ്രാന്തുള്ള, ബുദ്ധി നീങ്ങിപ്പോയ ഒരു മനുഷ്യനാണ് നേർച്ചയാക്കുന്നതെങ്കിലും നേർച്ച എന്താവില്ല, നേർച്ചയാക്കൂല. പിന്നെന്താണ് നേർച്ച എന്ന് പറഞ്ഞാൽ? എന്താ നേർച്ച എന്ന് പറഞ്ഞാൽ? നിർബന്ധമല്ലാത്ത ഒരു സംഗതിയെ, സുന്നത്താകട്ടെ ഹലാലാകട്ടെ, നിർബന്ധമല്ലാത്ത ഒരു സംഗതിയെ നിർബന്ധമാക്കുന്നതിനാണ് നേർച്ച എന്ന് പറയണത്. അപ്പോൾ നിർബന്ധമായ ഒരു സംഗതി ആയാൽ പറ്റൂല. നിർബന്ധമായ സംഗതി എന്ന് പറയുമ്പോൾ എന്താ? 5 വക്ത് നിസ്കാരം നിർവഹിക്കാൻ ഞാൻ നേർച്ചയാക്കുന്നു. നേർച്ച ശരിയാവുമോ? ശരിയാവില്ലല്ലോ. കാരണം 5 വക്ത് നിസ്കാരം ഓൾറെഡി നിർബന്ധമാണ്. അപ്പോൾ അങ്ങനൊരു സംഗതിയെ ഞാൻ നേർച്ചയാക്കുന്നു എന്ന് പറഞ്ഞാൽ നേർച്ചയാവൂല, അത് ശരിയാവില്ല. അപ്പം നിർബന്ധമായ സംഗതി പറ്റൂല. പിന്നെന്താ ഉള്ളത്? നമ്മൾ റമദാൻ മാസം വരുമ്പോൾ ഞാൻ റമദാനിലെ 30 നോമ്പും പിടിക്കാൻ നേർച്ചയാക്കുന്നു. ശരിയാവോ? ശരിയാവില്ല. അതുപോലെ തന്നെ നമ്മളിപ്പോൾ ഒരു സുന്നത്ത് നോമ്പിൻ്റെ സമയത്ത് ഫർള് കളാ വീട്ടുന്നതിനോടൊപ്പം നേർച്ച പറ്റുമോ? പറ്റൂല. ഒരു നോമ്പ് ഒരു സമയത്ത് പറ്റുള്ളൂ അല്ലേ? ഫർള് നോമ്പാണെങ്കിൽ ഒന്നേ പറ്റുള്ളൂ. 2 ഫർളുകൾ ഒരുമിച്ച് പോലും ചേരൂല.
അതുപോലെ നിർബന്ധമായ സക്കാത്ത്, എൻ്റെ നിർബന്ധമായ സക്കാത്ത് കൊടുത്തു വിട്ടാൽ ഞാൻ നേർച്ചയാക്കുന്നു, പറ്റുമോ? പറ്റൂല. നിർബന്ധമായ ഹജ്ജ് നേർച്ചയാക്കാൻ പറ്റുമോ? പറ്റൂല. അപ്പോൾ നിർബന്ധമായ സംഗതികളെ നമുക്കൊരിക്കലും നേർച്ചയാക്കാൻ പറ്റൂല. അപ്പോൾ നിർബന്ധമല്ലാത്ത സുന്നത്തായ, അതുപോലെ തന്നെ പ്രവർത്തിച്ചാൽ കൂലി കിട്ടുന്ന സംഗതികളുണ്ടല്ലോ. ഹലാൽ എന്ന് പറഞ്ഞാൽ രണ്ട് തരത്തിൽ മനസ്സിലാക്കണം. അതായത് പ്രവർത്തിച്ചാൽ കൂലി കിട്ടുന്നതിനെ നമുക്ക് നേർച്ചയാക്കാൻ പറ്റുള്ളൂ. ചിലപ്പോൾ കൂലിയൊന്നും കിട്ടൂലെങ്കിലും ഹലാലായ സംഗതികളുണ്ട്. ഇപ്പോൾ ഉദാഹരണം ഫുഡ് കഴിക്കൽ. ഇപ്പോൾ ഒരാൾ പറയണം 10 ബിരിയാണി ഒരൊറ്റയടിക്ക് തിന്നാൻ ഞാൻ നേർച്ചയാക്കുന്നു. നേർച്ചയാവുമോ? നല്ല തല്ല് കിട്ടാത്തതിൻ്റെ കുറവാണ് അല്ലേ? നേർച്ചയാവില്ല. എന്നാൽ പ്രതിഫലം കിട്ടുന്ന സംഗതികളുണ്ടാവും. അത് നമുക്ക് നേർച്ചയാക്കുന്നതിന് ഒരു വിരോധവും ഇല്ല എന്നല്ല. നേർച്ചയാക്കൽ വളരെ നല്ലതാണ്. പ്രതിഫലാർഹമായ ഒരു മനുഷ്യനെ സഹായിക്കാൻ നേർച്ചയാക്കാം നമുക്ക്. അത് അള്ളാഹുവിൽ നിന്ന് പ്രതിഫലം കിട്ടുന്ന കാര്യമല്ലേ. സുന്നത്ത് നിസ്കാരം നേർച്ചയാക്കി നിർവഹിക്കാം, ഒരു കുഴപ്പമില്ല. അത് സുന്നത്താണ്, നിർബന്ധമല്ലല്ലോ. എങ്ങനെ നേർച്ചയാക്കണം? ബിലഫ്ളിൻ. അതാണ് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. വായ കൊണ്ട് മൊഴിയണം എന്നാണ്. മനസ്സിൽ കരുതിയേ പറ്റൂല. മനസ്സിൽ കരുതിയാൽ എന്താവൂല? നേർച്ചയാവൂല. അത് നിയ്യത്ത് മാത്രമേ ആവുള്ളൂ. പലപ്പോഴും പല ആളുകളും ഇപ്പോൾ എൻ്റെ കുഞ്ഞിന് അസുഖമാണ്, കുഞ്ഞിൻ്റെ അസുഖം മാറാനായിട്ട് ഞാൻ അള്ളാൻ്റെ പള്ളിയിലേക്ക് ഇന്ന തുക നേർച്ചയാക്കുന്നു എന്ന് മനസ്സിൽ കരുതുകയാണ്. എന്നിട്ട് അവർ വിചാരിക്കേണ്ടത് ഇത് നേർച്ചയാണെന്നാണ്. നേർച്ചയായിട്ടില്ല. നേർച്ചയാകാണെങ്കിൽ വായ കൊണ്ട് പറയണം, പടച്ചോനെ എൻ്റെ കുട്ടിക്ക് ഇന്ന രോഗമാണ്, ഈ രോഗം മാറുന്നതിന് വേണ്ടി അള്ളാൻ്റെ പള്ളിയിലേക്ക് ഞാൻ ഇത്ര കൊടുക്കാൻ നേർച്ചയാക്കുന്നു. അത് നേർച്ചയായി. മനസ്സിൽ കരുതിയാൽ നിയ്യത്ത് മാത്രമേ ആവുള്ളൂ, അത് നേർച്ചയാവില്ല. അപ്പം ബഹുഭൂരിഭാഗം ആളുകളും നേർച്ച എന്ന് പറഞ്ഞിട്ട് മനസ്സിൽ കരുതുകയാണ്. പോരാ, ബിലഫ്ളിൻ. അത് നിർബന്ധമാണ്. വായ കൊണ്ട് പറയുക തന്നെ വേണം. മനസ്സിലായ വിഷയം? ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് ക്ലിയറായി എന്ന് വിചാരിക്കുകയാണ്. ഓക്കെ, ഇനി 2 തരത്തിലാണ് നേർച്ചയുള്ളത്. ഒന്ന് ഉദാഹരണം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ എന്താ പറയുക, നമുക്ക് ഞാൻ അള്ളാൻ്റെ പള്ളിയിലേക്ക് 10,000 കൊടുക്കാൻ നേർച്ചയാക്കുന്നു അല്ലേ? അള്ളാൻ്റെ പള്ളിയിലേക്ക് 10,000 രൂപ കൊടുക്കാൻ നേർച്ചയാക്കുന്നു. അവന് പിന്നെ നിർബന്ധമായി. അത് നിർബന്ധമായി, കൊടുത്ത് വീട്ടിൽ നിർബന്ധമാണ്. മനസ്സിലായോ? അല്ലെങ്കിൽ ഇങ്ങനെ പറയണം, എൻ്റെ മരിച്ചുപോയ ഉമ്മയുടെ പേരിൽ ഉമ്മാക്ക് വേണ്ടിയിട്ട് ഞാൻ 10,000 രൂപ അള്ളാൻ്റെ പള്ളിയിലേക്ക് കൊടുക്കാൻ നേർച്ചയാക്കുന്നു. നിർബന്ധമായി. അത് കൊടുത്ത് വീട്ടിക്കൊള്ളാം. അത് നമ്മുടെ മേൽ ഫർളായി, ബാധ്യതയായി. അതാണ് ഒരു നേർച്ച, കൊടുത്ത് വീട്ടിൽ നിർബന്ധമായി. ഇനി രണ്ടാമത്തൊരു നേർച്ചയുണ്ട്. അത് കാരണങ്ങളുമായി ബന്ധപ്പെടുത്തിയിട്ടാണ്. പടച്ചോനെ, എൻ്റെ ഉമ്മ അസുഖബാധിതയാണ്, എൻ്റെ ഉമ്മയുടെ രോഗം മാറിയാൽ അള്ളാൻ്റെ പള്ളിയിലേക്ക് 10,000 കൊടുക്കാൻ ഞാൻ നേർച്ചയാക്കുന്നു. എങ്ങനെയാണ് നേർച്ചയാക്കിയത് നമ്മൾ? എൻ്റെ ഉമ്മയുടെ രോഗം മാറിയാൽ അള്ളാൻ്റെ പള്ളിയിലേക്ക് 10,000 കൊടുക്കാൻ നേർച്ചയാക്കുന്നു. അല്ലെങ്കിൽ എൻ്റെ ഉമ്മയുടെ രോഗം മാറിയാൽ നമ്മുടെ സ്വഭാവുൽ ഖൈറിൻ്റെ റിലീഫ് പദ്ധതിയിലേക്ക് ഹദിയ ചെയ്യാൻ ഞാൻ നേർച്ചയാക്കുന്നു. ആ നേർച്ച പിന്നെ നിർബന്ധമായി. എപ്പോൾ നിർബന്ധമാവും? ഉമ്മയുടെ അസുഖം മാറിയാൽ. ഉമ്മയുടെ അസുഖം മാറിയില്ലെങ്കിലോ നേർച്ച വീട്ടൽ നിർബന്ധമില്ല. നമുക്ക് കാര്യം മനസ്സിലായോ? 2 തരത്തിലാണ് നേർച്ചയുള്ളത്. ഒന്ന്, അസുഖബാധിതയായ എൻ്റെ ഉമ്മയുടെ പേരിൽ ഞാൻ പള്ളിയിലേക്ക് 10,000 രൂപ കൊടുക്കാൻ നേർച്ചയാക്കുന്നു. അങ്ങനെ നേർച്ചയാക്കാം. അത് അപ്പം തന്നെ കൊടുക്കൽ നിർബന്ധമായി. രോഗം മാറിയാലും മാറിയില്ലെങ്കിലും കൊടുക്കൽ നിർബന്ധമായി. ഇനി അസുഖമൊന്നും പറയണ്ട, എൻ്റെ ഉമ്മയുടെ പേരിൽ 10,000 കൊടുക്കാൻ നേർച്ചയാക്കുന്നു. പഠിച്ചോനെ നേർച്ചയുടെ ബർക്കത്തുകൊണ്ട് എൻ്റെ ഉമ്മയുടെ രോഗം മാറ്റണേ, നിർബന്ധമായി. ഇനി അങ്ങനെയല്ല, എൻ്റെ ഉമ്മയുടെ രോഗം മാറിയാൽ 10,000 ഞാൻ പള്ളിക്ക് കൊടുത്തേക്കാം അല്ലാ, ഞാൻ നേർച്ചയാക്കുന്നു അല്ലാ, അത് വായ കൊണ്ട് പറഞ്ഞു പോയാൽ പിന്നെ ഉമ്മയുടെ രോഗം മാറിയാൽ കൊടുക്കൽ നിർബന്ധമാണ്. രോഗം മാറിയില്ലെങ്കിലോ കൊടുക്കൽ നിർബന്ധമില്ല. പക്ഷെ കൊടുത്താൽ അതിൻ്റെ പ്രതിഫലം ആർക്ക് കിട്ടും? അത് നമുക്കും ഉമ്മാക്കും കിട്ടും. ഇപ്പോൾ ചിലപ്പോഴൊക്കെ ഈ കിടപ്പ് രോഗികൾ, ചില ആളുകൾ പറയാറുണ്ട്, നെയ്യത്താക്കാറുണ്ട്, വാപ്പ കിടക്കാൻ തുടങ്ങിയിട്ട് കൊല്ലങ്ങളായി, പടച്ചോനെ എൻ്റെ വാപ്പാക്ക് രോഗമൊന്ന് മാറ്റിക്കൊടുത്താൽ യാ റബ്ബി 1,00,000 രൂപ അള്ളാൻ്റെ പള്ളിയിലേക്ക് കൊടുക്കാൻ ഞാൻ നേർച്ചയാക്കണമല്ല. വാപ്പ മരിച്ചുപോയി. ഹൈറെന്താന്ന് പടച്ചോണ്ടറിയാലോ. ചിലപ്പോൾ നമ്മൾ ആ നേർച്ചയാക്കിയതിൻ്റെ ഫലം എന്താണോ ഗുണം ആ തരത്തിലായിരിക്കും പടച്ചോൻ തരിക. വാപ്പ ഇങ്ങനെ നരകിച്ച് കിടക്കണതിനേക്കാൾ ഗുണം എന്താണ്? വാപ്പാക്ക് മരണം തന്നെയാണ്. അത് ആർക്കറിയാം? നമ്മളെക്കാൾ അള്ളാഹ്ക്കറിയാം അല്ലേ? അപ്പോൾ അള്ളാഹ് എന്ത് ചെയ്തു? മരണം കൊടുത്തു. പക്ഷെ നമ്മൾ നേർച്ചയാക്കിയത് എന്താ? രോഗം മാറിയാൽ പള്ളിയിലേക്ക് 1,00,000 കൊടുക്കാമെന്നാണ്. അപ്പോൾ രോഗം മാറിയിട്ടില്ല, അതുകൊണ്ട് തന്നെ നേർച്ച വീട്ടൽ നിർബന്ധമില്ലെങ്കിലും നമ്മളെന്ത് ചെയ്യും? പള്ളിയിലേക്ക് കൊടുക്കും, മരിച്ചു പോയാലും. എന്തിനു വേണ്ടിയിട്ടാണ്? വാപ്പാടെ ഖബറിലേക്ക് അത് കിട്ടാൻ. അത് കിട്ടും, അതിൽ ഒരു സംശയം വേണ്ട. എൻ്റെ വീട് പണി പൂർത്തിയായാൽ, ഇത്രയും നാളുകൊണ്ട് പൂർത്തിയായാൽ ഞാൻ അള്ളാൻ്റെ പള്ളിയിലേക്ക് 10,000 കൊടുത്തേക്കാം. ആ സമയത്ത് പൂർത്തിയായില്ലെങ്കിൽ കൊടുക്കൽ നിർബന്ധമില്ല. എന്നാൽ പിന്നീടാണെങ്കിൽ കൊടുത്താൽ, അത് നേർച്ചയല്ല, പക്ഷെ കൊടുത്താൽ അതിൻ്റെ പ്രതിഫലം നമ്മുടെ വീട്ടിൽ കിട്ടും, സമാധാനം കിട്ടും. അള്ളാഹ്ക്ക് വേണ്ടി നമ്മൾ കൊടുക്കല്ലേ അല്ലേ? അതുപോലെ തന്നെ
ഇത്ര സമയത്തിനുള്ളിൽ എനിക്ക് ഇന്നാലിൻ്റെ സംഗതികൾ ലഭിച്ചാൽ അല്ലെങ്കിൽ ഒരു ജോലി ലഭിച്ചാൽ ഞാൻ പള്ളിയിലേക്ക് ഇത്ര കൊടുക്കാൻ നേർച്ചയാക്കുന്നു. പള്ളിയിലേക്ക് എന്നുള്ളൊരു ഉദാഹരണം പറഞ്ഞതാണ്. ഒരു വിധവയായ സ്ത്രീക്ക് ഇത്ര പൈസ കൊടുക്കാൻ നേർച്ചയാക്കുന്നു, അല്ലെങ്കിൽ ഒരു യത്തീം കുട്ടിയെ സഹായിക്കാൻ നേർച്ചയാക്കുന്നു, യത്തീമായ പെൺകുട്ടിയെ കെട്ടിച്ചു വിടാൻ ഞാൻ ഇത്ര കൊടുത്തേക്കാൻ നേർച്ചയാക്കുന്നു, ഇന്നാലിന്നത് ഇത്ര നാൾ കൊണ്ട് നടന്നാൽ, അങ്ങനെ ഒരു ഉപാധി വെച്ചുകൊണ്ട് നേർച്ചയാക്കിയാൽ ആ ഉപാധി വീടിയാൽ മാത്രം നമ്മൾ ആ നേർച്ച വീട്ടിയാൽ മതി. മനസ്സിലായി? ഇല്ലെങ്കിൽ നിർബന്ധമില്ല. പക്ഷേ നേർച്ച എന്നുള്ള പേരിലല്ലെങ്കിലും ആ കാര്യം ചെയ്താൽ അതിൻ്റെ കൂലി ആർക്ക് കിട്ടും? നമുക്ക് കിട്ടും. നിർബന്ധമില്ലെന്നേ ഉള്ളൂ. ഓക്കെ, മനസ്സിലായല്ലോ കാര്യങ്ങൾ. ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, പലരും പറയാറുണ്ട്, ഉസ്താദേ ബദരീങ്ങളുടെ പേരിലൊക്കെ ഞങ്ങൾ നേർച്ചയാക്കാറുണ്ട്. അപ്പോൾ ചിലർ പറയും അള്ളാഹ്ക്ക് മാത്രമാണ് നേർച്ച. ആ പറച്ചിൽ കേട്ടാലേ, പറയണ കേട്ടാത്തോന്നും നമ്മൾ ബദരീങ്ങൾ റഹ്മാനിർ റഹീം എന്നൊക്കെയാണ് നമ്മൾ പറയണമെന്ന് തോന്നും ഇല്ലേ? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് പറഞ്ഞ് കോഴിനെ അറുത്തിട്ട് ബദരീങ്ങളുടെ പേരിൽ നേർച്ചയാക്കുന്നു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? അതൊരു നാടൻ പ്രയോഗമാണ്, അത്രയേ ഉള്ളൂ. ഈ അക്ഷരത്തിൽ പിടിച്ചു തൂങ്ങുന്ന ചില പുത്തൻവാദികളായ മനുഷ്യന്മാർ സാധുക്കളാണ്, ബുദ്ധിയില്ലാത്ത ബോധമില്ലാത്ത സാധുക്കളാണ്. അള്ളാഹു ബോധം കൊടുക്കട്ടെ. മയ്യത്തിൻ്റെ പേരിൽ നിസ്കരിക്കുന്നു, മയ്യത്തിന് വേണ്ടി നിസ്കരിക്കുന്നു. എടാ മയ്യത്തിന് വേണ്ടി നിസ്കരിക്കണോട്ടാ, മയ്യത്തിന് വേണ്ടിയാണോ നിസ്കരിക്കേണ്ടത്? നിസ്കാരം ആർക്കുള്ളതാണ്? അത് മുജാഹിദും പറയും സ്വലാത്തുൽ മയ്യത്ത്, മയ്യത്ത് നിസ്കാരം എന്ന് അതിൻ്റെ പേര് തന്നെ. മയ്യത്തിനാ നിസ്കാരം ഉള്ളത്? നിസ്കാരം ആർക്കാ? അള്ളാഹ്ക്കാണ്. പടച്ചോനെ മയ്യത്ത് നിസ്കാരോ ശിർക്ക്, ഈ ജാതി. അപ്പോൾ ഇത് ശിർക്കാണെങ്കിൽ അത് ശിർക്കാവണ്ടേ? അപ്പോൾ വെറും വാക്കുകൊണ്ട് കാര്യമില്ല. ആ പറയണതിൻ്റെ അർത്ഥം എന്താണ്? മയ്യത്തിന് വേണ്ടി നിസ്കരിക്കുക എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ മയ്യത്ത് നിസ്കരിക്കുക എന്ന് പറഞ്ഞാൽ, നിസ്കാരമാകുന്ന ഇബാദത്ത് അള്ളാഹ്ക്ക്, അതിൻ്റെ കൂലി ആർക്ക്? മയ്യത്തിന്. ബദരീങ്ങളുടെ പേരിൽ നേർച്ചയാക്കുന്നു എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. ആ നേർച്ച എന്ന ഇബാദത്ത് അള്ളാഹ്ക്ക്, അതിൻ്റെ പ്രതിഫലം ആരുടെ ഹളറത്തിലേക്ക്? ബദരീങ്ങളുടെ ഹളറത്തിലേക്ക്. മമ്പറത്ത് തങ്ങളുടെ പേരിൽ നേർച്ചയാക്കുന്നു എന്ന് പറഞ്ഞാൽ ആ ഇബാദത്ത്, നേർച്ചയാകുന്ന ഇബാദത്ത് അള്ളാഹ്ക്ക്, അതിൻ്റെ പ്രതിഫലം മമ്പുറത്ത് തങ്ങൾക്ക്. മടവൂർ വലിയുള്ളാൻ്റെ പേരിൽ നേർച്ചയാക്കുന്നു എന്ന് പറഞ്ഞാൽ നേർച്ച എന്ന ഇബാദത്ത് അള്ളാഹ്ക്ക്, അതിൻ്റെ പ്രതിഫലം മടവൂർ പാപ്പാക്ക്. മനസ്സിലാവുന്നുണ്ടെങ്കിൽ ഇത്രയേ ഉള്ളൂ അതിൽ. എൻ്റെ ഉമ്മാൻ്റെ പേരിൽ ഞാൻ ഇന്നത് നേർച്ചയാക്കി എന്ന് പറഞ്ഞാൽ ഉമ്മക്കാണ് നമ്മൾ, അതിപ്പോൾ ഹാബീസും പറയൂലേ, ഉമ്മയുടെ പേരിൽ പള്ളിയിലേക്ക് ഖുർആൻ കൊടുത്തു, അല്ലെങ്കിൽ ഉമ്മയുടെ പേരിൽ ഒരു പള്ളി ഉണ്ടാക്കി. പള്ളി ഉണ്ടാക്കേണ്ട പടച്ചോൻ്റെ പേരിലല്ലേ, ഉമ്മാൻ്റെ പേരിലാണ്. ബിസ്മി ഉമ്മാന്നും പറയണം നമ്മൾ ചെയ്യണത്, അല്ലല്ലോ. അതിൻ്റെ അർത്ഥം ഇത്രയേ ഉള്ളൂ. പള്ളി ഉണ്ടാക്കുക എന്ന് പറയുന്ന, പള്ളി എന്ന ഇബാദത്ത് ആർക്ക്? അള്ളാഹ്ക്ക്, അതിൻ്റെ പ്രതിഫലം എൻ്റെ ഉമ്മാൻ്റെ ഹളറത്തിലേക്ക്. നേർച്ച മടവൂരും മമ്പറും ഒക്കെ പറയുമ്പോൾ ഒരു ജാതി അടങ്ങേറേണ്ടത്, അത് ഈമാനില്ലാത്തതിൻ്റെയാണ്. അത് മാറിക്കോളി, ഇച്ചിരി ഈമാൻ കിട്ടിയാൽ മതി. പക്ഷേ അള്ളാഹ് കൽബിൽ സീല് വെച്ചാൽ പോയിട്ടോ, അള്ളാഹ് ആ സീലൊക്കെ തുറന്നു തരട്ടെ എന്ന് മാത്രമാണ് നമുക്ക് പറയാനുള്ളത്. അപ്പോൾ അതിലൊന്നും ഒരു തെറ്റില്ല എന്ന് മാത്രമല്ല, അത് വളരെ 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 നല്ല കാര്യമാണ്. അള്ളാഹിൻ്റെ മഹാന്മാരുടെ ഹളറത്തിലേക്ക് നന്മകൾ ചെയ്യുക എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നേർച്ചയുമായി ബന്ധപ്പെട്ട് ഇനി സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻസിൽ ചോദിച്ചോളൂ, നിങ്ങൾക്ക് സമയം പോലെ മറുപടി തരാം. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ കൃത്യമാക്കിയിട്ട് നിങ്ങൾ അടിപൊളിയായിട്ട് നേർച്ചയാക്കിക്കോ. അള്ളാഹു റബ്ബുൽ ആലമീൻ കൃത്യമായി നേർച്ചയാക്കുന്ന മുത്തഖീങ്ങളിൽ നമ്മെ ഉൾപ്പെടുത്തട്ടെ. പിന്നെ ചില ആൾക്കാർ വരും, നിങ്ങൾ മറ്റേ പട്ടാമ്പി നേർച്ച കണ്ടില്ലേ, അപ്പവാണിപ നേർച്ച കണ്ടില്ലേ, ആ നേർച്ച കണ്ടില്ലേ, ഈ നേർച്ച കണ്ടില്ലേ. ആ നേർച്ച എന്നൊക്കെ പറയണത് ഒരു നാട്ടിലെ നാടൻ പ്രയോഗങ്ങളാണ്, അല്ലാതെ നമ്മൾ നേർച്ചയാക്കുന്ന നേർച്ചയൊന്നും അല്ല. അത് നേർച്ച എന്ന് പറയുന്നത് ഒരു ആണ്ട് ഉറൂസ് നടത്തുക എന്ന് പറയുന്ന പരിപാടിയാണ്. ഇനി പട്ടാമ്പി നേർച്ച, ആ ജാതി പേക്കൂത്തുമായിട്ട് ഇസ്ലാമിനൊരു ബന്ധമില്ല. അത് സുന്നികളായ ഉലമാക്കൾ കൃത്യമായിട്ട് പറയുന്ന കാര്യമാണ് ഇല്ലേ. അവിടെ കൊണ്ടുവന്ന് ആണും പെണ്ണും തുള്ളിച്ചാടുക, പേക്കൂത്തുകൾ കാണിക്കുക, അത് ഇസ്ലാമായിട്ട് ഒരു ബന്ധമില്ല കേട്ടോ. അള്ളാൻ്റെ ഔലിയാക്കളെ ബഹുമാനിക്കുക, അവരുടെ ഉറൂസ് വരുന്ന സമയത്ത് അവരെ പ്രത്യേകം സിയാറത്ത് ചെയ്യുക, അവരുടെ പേരിൽ മദ്ഹ് ചൊല്ലുക, അവരുടെ പേരിൽ ഭക്ഷണം കൊടുക്കുക, അവിടെ നല്ല വഅദ് പരമ്പര വെക്കുക, ജനങ്ങൾ ഒരുമിച്ച് കൂടുക, നല്ല കാര്യങ്ങളൊക്കെ ചെയ്യാമെന്ന്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉഹദ് ശുഹദാക്കളുടെ ആണ്ടിൻ്റെ സമയത്ത് കൊല്ലം തികയുമ്പോൾ അവിടെ ഉഹദ് ശുഹദാക്കളെ സിയാറത്ത് ചെയ്യാൻ പോയിരുന്നു. ഖദീജ ബീവിയുടെ ആണ്ട് വരുമ്പോൾ ഭക്ഷണം ദാനം ചെയ്തിരുന്നു. ഖദീജ ബീവിയുടെ ആണ്ട് വരുമ്പോൾ പ്രത്യേകം മദ്ഹ് പറഞ്ഞിരുന്നു, മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇതൊക്കെ നമുക്ക് ചെയ്യാമെന്നല്ല, ചെയ്യണം. പക്ഷേ പേക്കൂത്തുകൾ കാണിക്കുന്നത് മാറ്റി നിർത്തണം. കാരണം അള്ളാൻ്റെ ഔലിയാക്കളോട് നമ്മൾ യുദ്ധം ചെയ്താൽ പടച്ചോനാണ് നമ്മളോട് യുദ്ധം ചെയ്യാമെന്നാണ്. അതല്ലേ ഈ ഔലിയാക്കളെ ചീത്ത പറയുന്ന ഒരൊറ്റ പുത്തൻവാദിയും ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലി മരിക്കൂലല്ലോ, മരിക്കൂല അങ്ങനെ. എന്നാൽ ഈ ഔലിയാക്കളെ സ്നേഹിച്ച് നടക്കണ, എൻ്റെ മമ്പറത്തെ തങ്ങളേന്ന് വിളിച്ച് നടക്കണ, അള്ളാൻ്റെ ഔലിയാക്കളെ ചേർത്ത് പിടിക്കുന്നതിലൂടെ പടച്ചവനിലേക്ക് അടുക്കുന്ന വല്യമ്മമാരൊക്കെ സുഖമായിട്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലി മരിക്കുന്നുണ്ട്. അപ്പോൾ അത്രയേ ഉള്ളൂ. അള്ളാൻ്റെ ഔലിയാക്കളിലൂടെയേ പടച്ചവനിലേക്ക് നമുക്ക് എത്താൻ പറ്റുള്ളൂ. അള്ളാഹു ഉൾക്കൊള്ളാൻ തൗഫീക്ക് നൽകുമാറാകട്ടെ. അപ്പോൾ 1000 രൂപ സമ്മാനമായി ലഭിക്കുന്ന ഇന്നത്തെ ചോദ്യം സിമ്പിളാണ് അല്ലേ. ഹബീബായ സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ, അവിടുത്തെ ഒരു പ്രിയപ്പെട്ട ഭാര്യ, ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഒരു പ്രിയപ്പെട്ട ഭാര്യയ്ക്ക് ജിബ്രീൽ അലൈഹിസ്സലാം അള്ളാൻ്റെ സലാം കൊണ്ടുവന്ന് കൊടുത്തിട്ടുണ്ട്.
പടച്ചോൻ സലാം പറഞ്ഞിട്ടുണ്ട് മുത്തുനബിയുടെ ഒരു ഭാര്യക്ക്. 11 ഭാര്യമാരിൽ ഒരു ഭാര്യക്ക് ആര് സലാം പറഞ്ഞിട്ടുണ്ട്? അല്ലാഹ് സലാം പറഞ്ഞിട്ടുണ്ട്. ഏതാണ് ആ ഭാര്യ? ആ ഭാര്യയുടെ പേരെന്താണ്? കമൻറ്റ് ചെയ്യാം കേട്ടോ. അള്ളാഹു ബറക്കത്ത് ചെയ്യട്ടെ. പതിവായി ചൊല്ലുന്ന ദിക്ർ സുബ്ഹാനല്ലാഹി വബിഹംദിഹി عدد خلقه ورضا نفسه وزنة عرشه ومداد كلماته. سبحان الله وبحمده عدد خلقه ورضا نفسه وزنة عرشه ومداد كلماته. سبحان الله وبحمده عدد خلقه ورضا نفسه وزنة عرشه ومداد كلماته. അള്ളാഹു കബൂൽ ചെയ്യുമാറാകട്ടെ. പുണ്യം നിറഞ്ഞ ഷവ്വാലിലെ അവസാനത്തെ വെള്ളിയാഴ്ച രാവാണെന്ന് അല്ലേ? അപ്പോൾ ഏതായാലും നമുക്ക് ഇൻഷാ അല്ലാഹ് വൈകുന്നേരം 5:30 മണിക്ക് കഴിയുന്നവരൊക്കെ നമ്മുടെ മജ്ലിസിൽ പങ്കെടുക്കണം കേട്ടോ. കുറേ ദിവസമായി നമ്മൾ മജ്ലിസൊക്കെ നടത്തിയിട്ട് തിരക്കുകളൊക്കെ മാറ്റി വെച്ച് പങ്കെടുക്കണം. ഇനിയിപ്പോൾ 5:30 മണിക്ക് പങ്കെടുക്കാൻ പറ്റാത്തവരുണ്ടെങ്കിൽ രാത്രിയാണെങ്കിൽ ആ മജ്ലിസിൽ പരിപൂർണമായി പങ്കെടുത്ത് ഒന്ന് ആമീൻ പറഞ്ഞേക്കുക. ആ ദിക്റുകളൊക്കെ ഒന്ന് ചൊല്ലിയൊക്കെ വെള്ളിയാഴ്ച രാവും പകലും ഒക്കെ അല്ലേ? അള്ളാഹു കബൂൽ ചെയ്യുമാറാകട്ടെ. നമ്മുടെ ലക്ഷ്യങ്ങളെല്ലാം അള്ളാഹു പൂർത്തീകരിക്കട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിന മുഹമ്മദിൻ വഅലാ അലി സയ്യിദിന മുഹമ്മദ്. അർഹമുർറാഹിമായ കരുണക്കടലായ റബ്ബേ, ഈ സദസ്സ് നീ സ്വീകരിക്കണേ അല്ലാ. നീ തൃപ്തിപ്പെടുന്നത് പോലെ ഇബാദത്ത് ചെയ്യാൻ ഞങ്ങൾക്ക് തൗഫീക്ക് നൽകണേ അല്ലാ. നിൻ്റെ യഥാർത്ഥ മുത്തഖീങ്ങളിൽ ഉൾപ്പെടുത്തണേ അല്ലാ. ചെയ്തു പോയ പാപങ്ങളെല്ലാം പൊറുക്കണേ അല്ലാ. കരുണക്കടലായ റബ്ബേ, ഞങ്ങളുടെ കുടുംബത്തിൽ ബറക്കത്ത് ചെയ്യണേ അല്ലാ. ഇണകളെയും സന്താനങ്ങളെയും ദുർമാർഗത്തിൽ നിന്ന് കാക്കണേ അല്ലാ. യാ റബ്ബന, വിവാഹപ്രായം എത്തിയവരുണ്ട്, അനുയോജ്യരായ ഇണകളെ നൽകണേ അല്ലാ. മക്കളില്ലാതെ വേദനിക്കുന്നവരുണ്ട്, സ്വാലിഹീങ്ങളായ സന്താനങ്ങളെ നീ നൽകണേ തമ്പുരാനെ. അർഹമുർറാഹിമായ റബ്ബേ, ഒരുപാട് വേദനകളിലൂടെ കടന്നു പോകുന്നവരുണ്ട്, എന്ത് പ്രയാസമാണെങ്കിലും ദൂരീകരിക്കണേ അല്ലാ. കച്ചവടങ്ങൾ എളുപ്പത്തിൽ ലാഭത്തിലാക്കണേ അല്ലാ. കടബാധ്യതകൾ നീ അകറ്റണേ അല്ലാ. കരുണക്കടലായ തമ്പുരാനെ, പ്രവാസികളുണ്ട്, ഖൈർ നൽകണേ അല്ലാ. ഈ റിലീഫ് പദ്ധതിയിലേക്ക് ഒരുപാട് ആളുകൾ സഹായങ്ങൾ നൽകുന്നുണ്ട്. പാവപ്പെട്ട മനുഷ്യരെ ചേർത്തു പിടിക്കുന്ന അവരെ നീ ചേർത്തു പിടിക്കണേ അല്ലാ. പടച്ചവന് ഒരുപാട് സങ്കടപ്പെടുന്ന ഉസ്താദുമാരിലേക്ക്, മറ്റ് ബുദ്ധിമുട്ടനുഭവിക്കുന്നവരിലേക്ക്, പലരിലേക്കും ഈ സ്വബാഹുൽ ഖൈർ കുടുംബത്തിലൂടെ സഹായങ്ങൾ എത്തുന്നുണ്ട്. യാ റബ്ബന, ഈ റിലീഫ് പദ്ധതിയെ ചേർത്ത് പിടിക്കുന്നവരുടെ എല്ലാ സങ്കടങ്ങളും നീ അകറ്റണേ അല്ലാ. കരുണക്കടലായ റബ്ബെ, ഞങ്ങളിൽ നിന്ന് മൺമറഞ്ഞ മാതാപിതാക്കൾ, ബന്ധുമിത്രാദികൾ എല്ലാവരുടെയും ഖബർ നീ വെളിച്ചമാക്കണേ അല്ലാ. ഞങ്ങളാരെയും പെട്ടെന്ന് മരിപ്പിക്കല്ലേ അല്ലാ. ഞങ്ങളെയും ഞങ്ങളിൽ നിന്ന് വിട പറഞ്ഞവരെയും ത്വഹാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടൊപ്പം നിൻ്റെ ജന്നാത്തുൻ നഈമിൽ നിൻ്റെ കാരുണ്യം കൊണ്ട് ഒരുമിപ്പിക്കണേ അല്ലാ. ബിഹഖി സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലം. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.